ISL എന്ന് ആരംഭിക്കുമെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇത് ഇപ്പോൾ ഖേൽനോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഒക്ടോബർ 10-ാം തീയതി ISL ആരംഭിക്കുമെന്നാണ് അവർ പറയുന്നത്. അതായത് ഒക്ടോബർ ആദ്യവാരം ഒരു ഫിഫ വിൻഡോ വരാനുണ്ടല്ലോ, അത് കഴിഞ്ഞ ഉടനെ ISL ആരംഭിക്കും. ഒരു ഏപ്രിൽ മെയ് വരെ അത് നീണ്ടു നിൽക്കുമെന്നാണ് ഖേൽനോ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാലോ, കഴിഞ്ഞ മാസത്തെ തട്ടിക്കൂട്ട് ISL ആയിരുന്നല്ലോ. അപ്പോൾ അതിന് മുമ്പത്തെ പോലെ തന്നെ ആ ഒരു പഴയ രീതിയിലേക്ക് ISL മടങ്ങി പോവുകയാണ് എന്നാണ് ഖേൽനോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ അടുത്ത സീസണിൽ എത്ര ടീമുകൾ ISL കളിക്കുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു ഉറപ്പ് വന്നിട്ടില്ല. കാരണം ഡയമണ്ട് ഹാർബർ FC അവർ കൊടുക്കാനുള്ള രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആയ 55 ലക്ഷം രൂപ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇന്ന് 2 മണിയായിരുന്നു അവർക്ക് കൊടുത്തിരുന്ന അവസാന തീയതി. എന്നാൽ അവർ പൈസ അടയ്ക്കാഞ്ഞതിനാൽ അവർ പങ്കെടുക്കുന്ന കാര്യം ഇപ്പോൾ AFF തീരുമാനം എടുത്തിട്ടില്ല. ഉടനെ തന്നെ, അതായത് 24 മണിക്കൂറിനുള്ളിൽ അതിനെക്കുറിച്ച് തീരുമാനം എടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡയമണ്ട് ഹാർബർ FC ആദ്യത്തെ ഗഡു അടച്ചിട്ടില്ല. അതെന്താണെന്ന് അറിയാമോ? അതായത് IFL ജേതാക്കളാണല്ലോ ഡയമണ്ട് ഹാർബർ FC. അവർക്ക് കിട്ടാനുള്ള തുക, അതായത് അവർക്ക് കൊടുക്കാനുള്ള പ്രൈസ് മണി AFF കൊടുത്തിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഗഡുവായിട്ട് ആ പ്രൈസ് മണി അങ്ങ് കണക്കാക്കി. ഇപ്പോൾ രണ്ടാമത്തെ ഗഡു കൊടുക്കാത്തതിനാലാണ് അവരുടെ കാര്യം ഇപ്പോൾ തീരുമാനമാകാതെ വെച്ചിരിക്കുന്നത്. ഇനി ഡയമണ്ട് ഹാർബറിനെ ISL പങ്കെടുപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ 14-ന് പകരം 13 ക്ലബ്ബുകളെ വെച്ച് അടുത്ത ISL നടത്താനാണ് AFF-ന്റെ നീക്കം. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കണം.